നാഷണൽ ഗെയിംസിൽ വൻ അഴിമതി, കോടികളുടെ അഴിമതിയാണ് നാഷണൽ ഗെയിംസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയിരിക്കുന്നത്. CAG റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഉമേഷ്, നേരത്തെ തന്നെ വിവിധ മേഖലകളിൽ സ്റ്റേഡിയം നിർമ്മാണം അടക്കമുള്ളവയെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള സ്ഥിരീകരണം CAG റിപ്പോർട്ടിൽ വരുന്നു. അങ്ങനെയല്ലേ ഇതിനെ കാണേണ്ടത്? എന്തൊക്കെയാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്? അജിംഷാദ്, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് CAG റിപ്പോർട്ടിൽ ഉള്ളത്. ദേശീയ ഗെയിംസിന് കോടികളുടെ ക്രമക്കേട് നടന്നതായാണ് CAG ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ സ്റ്റേഡിയം നിർമ്മാണം മുതൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങിയതിൽ വരെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് CAG കണ്ടെത്തിയിട്ടുള്ളത്. ദേശീയ ഗെയിംസിനായി വിലയ്ക്ക് വാങ്ങിയ എയർ കണ്ടീഷനുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അത് എവിടെ പോയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ആണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയങ്ങളുടെ നവീകരണം നിർമ്മാണം വഴി കോടികളുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നു. അത് തിരുവനന്തപുരത്തുള്ള ടെന്നീസ് ക്ലബിന് 1.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതിനുശേഷം അപ്പോൾ പറഞ്ഞിരുന്നത് കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് ഇവിടെ അവസരം ലഭിക്കുമെന്നായിരുന്നു കരാറ്. അതായത് സ്റ്റേഡിയം നവീകരിച്ചു കഴിഞ്ഞാൽ 1.5 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താൻ അവസരം ലഭിക്കുമെന്നായിരുന്നു കരാർ. എന്നാൽ അത് ഉണ്ടായില്ല. അതുവഴി ആ പണവും നഷ്ടമായി. എറണാകുളത്തുള്ള കൊച്ചി കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനായി ഏതാണ്ട് 10.71 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതിലും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. കാരണം ലക്ഷങ്ങൾ അംഗത്വ ഫീസ് വാങ്ങി പ്രവർത്തിക്കുന്ന സ്റ്റേഡിയത്തിൽ പണം മുടക്കി നവീകരണം നടത്തിയപ്പോൾ സ്പോർട്സ് കൗൺസിലുമായി കരാറുണ്ടാക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തി. സ്പോർട്സ് കൗൺസിലിന് ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുമ്പോൾ അത് സർക്കാരുമായി പങ്കുവെക്കാനുള്ള തരത്തിലുള്ള കരാറാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പണം നഷ്ടപ്പെട്ടു. വെള്ളയമ്പലത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം കൃത്യമായ ശാസ്ത്രീയ പഠനം നടത്താതെയാണ് നവീകരണത്തിന് പണം ചിലവഴിച്ചത്. ഒടുവിൽ അതും ഉപയോഗശൂന്യമായി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സരവേദി മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിലൂടെ സർക്കാരിന് 8 കോടി രൂപയാണ് അധികമായി ചെലവഴിക്കേണ്ടി വന്നത്. അതുപോലെ റൺ കേരള റൺ നടത്തിയത് വഴി 10 കോടി രൂപ സർക്കാരിന് നഷ്ടപ്പെട്ടു എന്ന് CAG കണ്ടെത്തിയിരിക്കുന്നു. ഏജൻസിയുടെ സഹായമില്ലാതെയും സർക്കാരിന് ഇത് നടത്താമായിരുന്നു. വിവിധ കൺസൾട്ടൻസികളുടെ നിയമനത്തിലൂടെ 19.97 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നു. ഇതിനു പുറമെ കാറ്ററിംഗ്, സുരക്ഷാ സംവിധാനം, സമാപന ചടങ്ങിലെ ലൈറ്റ് അറേഞ്ച്മെന്റ്, അഗ്നിസുരക്ഷാ സംവിധാനം തുടങ്ങി നിരവധി സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ ഇതിന്റെ എല്ലാം പേരിൽ തന്നെ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ AC എയർ കണ്ടീഷനുകൾ ഏതാണ്ട് 500ഓളം എയർ കണ്ടീഷനുകൾ വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഇത് എവിടെ പോയെന്നറിയില്ല. ഇത് താൽക്കാലികമായി വാടകയ്ക്ക് എടുത്താൽ തന്നെ മതിയായിരുന്നു. 30 ദിവസത്തേക്ക് വേണ്ടി ആകുമ്പോൾ ഇത് വാടകയ്ക്ക് എടുത്താൽ മതിയായിരുന്നു. എന്നാൽ അത് വാങ്ങിയത് വഴി കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. അതിനു പുറമെ ഇത് എവിടെ പോയെന്ന് അറിയില്ല CAG കണ്ടെത്തിയിരിക്കുന്നു. ഇതിനു പുറമെ 181 ലാപ്ടോപ്പുകൾ അധികമായി വാങ്ങി. ഇതിലും നഷ്ടം. ഇത്തരത്തിൽ നിരവധി സർക്കാരിന് നഷ്ടം സംഭവിച്ച കാര്യങ്ങളാണ് CAG റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അജിംഷാദ്, അതായത് ഗുരുതരവും ഗൗരവമായ കാര്യങ്ങളാണ്. കോടികളുടെ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായി വരുന്ന വീഴ്ചകളിലൂടെ സർക്കാരിന് നഷ്ടം വരുന്നു. വലിയൊരു പരിപാടി നടത്തുമ്പോൾ എന്നതല്ല, മറിച്ച് മാധ്യമങ്ങളിലടക്കം പീപ്പിൾ TV അടക്കം പുറത്തേക്ക് കൊണ്ടുവന്ന പല കാര്യങ്ങൾക്കുമുള്ള സ്ഥിരീകരണം ഈ റിപ്പോർട്ടിലുണ്ട് എന്നതാണ്. AC വാങ്ങിക്കൂട്ടിയതിൻ്റെ കാര്യത്തിലാകട്ടെ, സ്വകാര്യ സ്റ്റേഡിയങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിച്ചതാകട്ടെ, പൊതുഖജനാവിൽ നിന്ന് ഇത്തരത്തിൽ പണം അനധികൃതമായി ചിലവഴിച്ചിരിക്കുന്നു. കൃത്യമായി CAG റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് അഴിമതിയുടെ മുഖങ്ങൾ തന്നെയാണ്. ഉമേഷ്, തീർച്ചയായും അജിംഷാദ്, ഇത്തരത്തിൽ പല കാര്യങ്ങളിലും വീഴ്ച സംഭവിച്ചത് കൃത്യമായ കരാറില്ലാത്തതാണ് എന്ന് CAG പറയുന്നതോടൊപ്പം തന്നെ പണം ചെലവഴിച്ചത് വലിയൊരു അഴിമതിക്ക് വഴിവെച്ചിരിക്കുന്നു എന്ന കൃത്യമായ സൂചന തന്നെ ഈ CAG റിപ്പോർട്ടിലുണ്ട്. കാരണം പല കാര്യങ്ങൾക്കും വേണ്ടി, അതായത് പല സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണത്തിനും മറ്റും നിരവധി കോടികൾ ചെലവഴിച്ചത് ഉപയോഗശൂന്യമായിരിക്കുന്നു. ധൂർത്ത് സംഭവിച്ചിരിക്കുന്നു. പല കാര്യങ്ങളും വാങ്ങിയതിൽ അധികമായി ലാപ്ടോപ്പ് ഉൾപ്പെടെ വാങ്ങിയിരിക്കുന്നത് അധികമാണ്. ഇത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്റ്റേഡിയം മുതൽ വാട്ടർ ബോട്ടിലുകളിൽ വാങ്ങിയതിൽ വരെയാണ് CAG ഇത്തരത്തിൽ വലിയ തോതിലുള്ള നഷ്ടം സർക്കാരിന് സംഭവിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ കേസ് തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. കാരണം അന്ന് ലോക്കൽ ഓഡിറ്റ് മാത്രമാണ് നടന്നത്. അന്ന് ഈ CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. തന്നെ അതിന്റെ ഒരു പിൻബലം ഇല്ലാത്തതിനാൽ ആ കേസ് നിലനിന്നില്ല. എന്നാൽ ഇപ്പോൾ ശക്തമായ ഒരു CAG റിപ്പോർട്ട് തന്നെ വന്നിരിക്കുന്നു. കോടികളുടെ അഴിമതി കൃത്യമായി ഈ CAG റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നു. അജിംഷാദ്, അതായത് എന്തൊക്കെയാണ്
കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അതായത് ഉമേഷ് നേരത്തെ പറഞ്ഞതുപോലെ AC-കൾ വാങ്ങിയ കാര്യം, വാടകയ്ക്ക് എടുക്കാവുന്ന AC-കൾ വിലയ്ക്ക് വാങ്ങി എന്നതൊന്ന്. രണ്ടാമത്തെ കാര്യം, ആ AC-കൾ എവിടെയാണ് എന്ന് ഇപ്പോഴും അറിയില്ല. നമുക്കൊക്കെ അറിയാവുന്നതാണ്, ആ AC-കൾ ലേലം വിളിച്ച് ഇവിടെ നൽകിയതാണ്. ഇതൊന്നും കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനമായും അത്തരം കാര്യങ്ങളൊക്കെയും പുറത്തേക്കെത്തുന്നു. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്നത് ഈ സ്വകാര്യ സ്റ്റേഡിയങ്ങൾ നന്നാക്കാൻ വേണ്ടി പണം ഉപയോഗിച്ചു എന്നതാണ്. അവിടെ പാലിക്കപ്പെടേണ്ട കരാറുകൾ, കായിക താരങ്ങൾക്കുള്ള പരിശീലനം ഉറപ്പാക്കുന്ന കരാറുകളിൽ വീഴ്ച വരുത്തി. ഇതൊക്കെ വീഴ്ച വരുത്തിയത് ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിയിലേക്ക് തന്നെയാണ്. ഉമേഷ്, തീർച്ചയായും CAG വളരെ അക്കമിട്ട് തന്നെ നിരത്തിയിരിക്കുകയാണ്. അജിൻഷാദ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 500-ൽ പരം എയർ കണ്ടീഷനുകളാണ് വാങ്ങിയത്. ഇത് 30 ദിവസത്തേക്കാണെങ്കിൽ വാടകയ്ക്ക് എടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇത് വിലയ്ക്ക് വാങ്ങിയതിലൂടെ വലിയ നഷ്ടം സംഭവിച്ചു. അത് വാങ്ങിയത് എവിടെ പോയെന്ന് അറിയില്ല എന്ന് കൃത്യമായി CAG റിപ്പോർട്ടിൽ പറയുന്നു. 2 സ്വകാര്യ സ്റ്റേഡിയങ്ങൾ, അതായത് ഒന്ന് തിരുവനന്തപുരത്തെ ടെന്നീസ് ക്ലബ്ബ്, ഇതിനുവേണ്ടി 1.50 കോടിയാണ് സർക്കാർ ചെലവഴിച്ചത്. അത് ഇവിടെ ഉണ്ടാക്കിയിരുന്ന കരാർ ഈ നവീകരണത്തിന് ശേഷം കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാൻ അവസരം ലഭിക്കുമെന്നാണ്. ഉമേഷ്, ദയവായി തുടരുക. ഇപ്പോൾ വിജയകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജയകുമാർ, ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് പുറത്തേക്കെത്തുന്നത്. CAG-യുടെ റിപ്പോർട്ട് വഴി നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ, മാധ്യമങ്ങൾ വഴിയും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തിയിരുന്ന ആക്ഷേപങ്ങൾ സ്ഥിരീകരിക്കുകയാണ് CAG റിപ്പോർട്ടിൽ. എന്തൊക്കെയാണ് താങ്കളുടെ പ്രതികരണം? ആദ്യമായിട്ട് പറയാനുള്ളത് CAG റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ്. CAG റിപ്പോർട്ട് എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്ഥാപനം തയ്യാറാക്കുന്ന റിപ്പോർട്ട്, ആധികാരിക റിപ്പോർട്ടാണ് CAG റിപ്പോർട്ട്. അതിനപ്പുറം നമുക്ക് ഒരു കാര്യത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ മറ്റൊരു സ്ഥാപനമില്ല. അങ്ങനെയുള്ള CAG-യുടെ റിപ്പോർട്ടിൽ വരുന്ന പരാമർശങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതും മുഖവിലക്കെടുക്കേണ്ടതാണ്. ആ റിപ്പോർട്ടിന്റെ എല്ലാ വിശദ വിവരങ്ങളും എനിക്ക് ലഭ്യമായിട്ടില്ലെങ്കിലും വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഗുരുതരമായിട്ടുള്ള അഴിമതിയും ക്രമക്കേടും നടന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കോടതിയുടെ സ്വഭാവത്തിലുള്ള ഒരു അന്വേഷണം, അല്ലാതെ ഭരണപരമായിട്ട് ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാപനം CAG-യുടെ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള സ്ഥാപനമൊന്നും സർക്കാർ സ്ഥാപനമൊന്നും ഇവിടെ ഇല്ല. കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കണം. കോടതിയുടെ മേൽനോട്ടത്തിലാണോ അതോ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതൊരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുമ്പോൾ പല രൂപത്തിലുണ്ടല്ലോ. റിട്ടയർഡ് ജഡ്ജിമാരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തി കാലതാമസം വരുത്തി ആ റിപ്പോർട്ടിനൊന്നും വലിയ വിലയൊന്നും കൽപ്പിക്കാൻ സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു ഉന്നത തലത്തിലുള്ള അന്വേഷണത്തിന് ഉടൻ സർക്കാർ ഉത്തരവിടണം. ഈ ആക്ഷേപങ്ങൾ വ്യാപകമായിട്ട് പുറത്തു വന്നതാണ്. ഇത് പുതിയ കാര്യമല്ല. അതിന് ഒരു ആധികാരികത്വം ഉണ്ടായി എന്നതാണ് CAG റിപ്പോർട്ട്. ഈ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിച്ച് കഴിഞ്ഞ കാലത്ത് ഞങ്ങളൊക്കെ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ഗെയിംസ് UP-യിൽ പോകേണ്ട UP-ക്ക് അനുവദിച്ചതാണ്, ഉത്തർപ്രദേശിൽ അനുവദിച്ചതിനെയാണ് കേരളത്തിൽ കൊണ്ടുവന്ന് ഈ നടപടികൾക്കെല്ലാം തുടക്കം കുറിച്ചത് കഴിഞ്ഞ സർക്കാരാണ്. അതിനെയാണ് ഈ രൂപത്തിൽ ഒരു അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു ചാകരയായി കൊഴുത്താക്കി ഈ സർക്കാർ മാറ്റിയത്. പബ്ലിസിറ്റി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഒരു കുത്തഴിഞ്ഞ രൂപത്തിൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആക്ഷേപം. ആക്ഷേപത്തെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അഴിമതി പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ രൂപത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണത്തിന് ഉടൻ സർക്കാർ ഉത്തരവിടണം. അതാണ് വളരെ ശ്രദ്ധേയമാണ് താങ്കൾ പറഞ്ഞ കാര്യം. ഒരുപക്ഷെ കേരളത്തിന് ഒരു ദേശീയ ഗെയിംസ് നടത്താൻ പാകത്തിലുള്ള കായിക സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ താങ്കളുടെ സർക്കാർ അടക്കം LDF സർക്കാർ അടക്കം ചെയ്തതിന്റെ നേട്ടമാണ് ഇവിടെ കൊയ്യാനായി അവസരം ലഭിച്ചത്. പക്ഷെ അതിനെയാണ് ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത്
കോടികളുടെ അഴിമതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അങ്ങനെ താങ്കൾ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രധാനമായും എടുത്തു പറയാനുണ്ട്. നോക്കൂ, AC-കൾ വാങ്ങിയ കാര്യത്തിൽ എവിടെയാണ് ആ AC-കൾ, വാടകയ്ക്കെടുക്കേണ്ട AC-കൾ വിലയ്ക്ക് വാങ്ങി, അത് എവിടെയാണെന്ന് അറിയില്ല, അതൊക്കെ ലേലം വിളിച്ചു കൊടുത്തു, അതൊന്നും കണക്കിൽപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലൂടെ ബോധ്യമാകുന്നു. റൺ കേരള റൺ നടത്തി, അതൊരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, സർക്കാരിന് നടത്താമായിരുന്നു. അത് അവിടെ നഷ്ടങ്ങൾ വരുത്തി. സ്വകാര്യ സ്റ്റേഡിയങ്ങൾക്ക് ലേക്ക് പണം വകവച്ചു. അപ്പോൾ ഇവിടുത്തെ കായിക താരങ്ങൾക്ക് അവിടെ പരിശീലിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾക്കുള്ള കരാർ ഒപ്പിട്ടില്ല. ഇങ്ങനെ അടിമുടി ഒരുപക്ഷെ വലിയൊരു പദ്ധതി നടത്തുമ്പോൾ വരുന്ന സ്വാഭാവികമായ വീഴ്ചകൾ ഉണ്ടാകാം. അതല്ല, മറിച്ച് അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം തന്നെയാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായത് എന്നല്ലേ CAG-യിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? ശ്രീ വിജയകുമാർ. തീർച്ചയായിട്ടും ഈ സർക്കാർ വാസ്തവത്തിൽ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ കാലാവധി കഴിഞ്ഞാലും ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഈ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ പ്രതിസ്ഥാനത്താണ്, പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് തന്നെയാണ്, മുഖ്യമന്ത്രിയാണ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ. നാഷണൽ ഗെയിംസ് ഏതെങ്കിലും ഒരു വകുപ്പിന്റെതല്ല, ഒരു മന്ത്രിയുടെതല്ല, സംസ്ഥാനത്തിൻ്റെതാണ് ഓർഗനൈസിംഗ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ എന്ന് ആദ്യം ഞങ്ങൾ രൂപീകരിച്ചപ്പോൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം ചെയർമാനായിരുന്നു, ഞാൻ സ്പോർട്സ് മന്ത്രി വൈസ് ചെയർമാനായിരുന്നു. ഇപ്പോ രൂപീകരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയാണ് ചെയർമാൻ, മുഖ്യമന്ത്രി അതുപോലെ സ്പോർട്സ് മന്ത്രി വൈസ് ചെയർമാനാണ്. അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം, മുഖ്യമന്ത്രിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. മുഖ്യമന്ത്രി ഇപ്പോൾ സാങ്കേതികമായ സ്ഥാനത്ത് തുടരുന്നുണ്ട്, അതിനൊന്നും ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഉന്നത തലത്തിൽ തന്നെ ഉള്ള ഒരു അന്വേഷണത്തിന് ഈ സർക്കാർ തയ്യാറാകണം. അതുകൊണ്ട് അവസാനിക്കില്ല. നാഷണൽ ഗെയിംസ് ആകുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ അന്വേഷണം വേണ്ടി വരും. ദേശീയ തലത്തിൽ ഇപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന്റെ കാര്യം അറിയാമല്ലോ. കോമൺവെൽത്ത് ഗെയിംസിന്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരെല്ലാം ജയിലിലാണ്. ജയിലിലായി. ആ കേസുകൾ ഇത്ര ഗുരുതരമായിട്ട് ഇപ്പൊ കോമൺവെൽത്തിനെ പോലും കടത്തിവെട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോമൺവെൽത്തുമായിട്ട് അതിന്റെ സാമ്പത്തിക വശം തുലനം ചെയ്യാനാവില്ല. പക്ഷെ കോമൺവെൽത്തിനേക്കാളും ഗുരുതരമായ അഴിമതി ആണ് ഇതിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാം. നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ M. വിജയകുമാർ. ഇപ്പോൾ നമ്മോടൊപ്പം V. ശിവൻകുട്ടി MLA കൂടി ചേരുകയാണ്. ശ്രീ ശിവൻകുട്ടി, താങ്കളുടെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. നോക്കൂ, വലിയ ആക്ഷേപങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുന്നത്. വലിയ വലിയ അഴിമതികൾ ബോധപൂർവം നടത്തി. നേരത്തെ ശ്രീ വിജയകുമാറൊക്കെ നിരീക്ഷിച്ചതുപോലെ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് തന്നെ കാര്യങ്ങൾ അന്വേഷിപ്പിക്കണം. അത് മാത്രമല്ല, തിരുവഞ്ചൂരിനെ പോലെയോ അല്ലെങ്കിൽ 1-2 പേരുടെ തലയിൽ മാത്രം കെട്ടിവെക്കാനാകില്ല. ഇതിന്റെ കൂട്ടുത്തരവാദിത്വമുണ്ട്. ഉമ്മൻചാണ്ടി മറുപടി പറയണം. അങ്ങനെയാണോ വേണ്ടത്? അതായത് നാഷണൽ ഗെയിംസിന്റെ തുടക്കം മുതൽ ഇതിന്റെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായും ഞാൻ അന്ന് മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ സ്പോർട്സ് മന്ത്രിക്കും നിവേദനം കൊടുത്തിരുന്നു. നിയമസഭയിൽ ഈ വിഷയം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഞാൻ CBIക്ക് പരാതി കൊടുത്തിരുന്നു. CBI ഒന്നാം ഘട്ടത്തിൽ ഇത് അന്വേഷണം നടത്തിയ ശേഷം ആരോ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ CBIയുടെ അന്വേഷണം മരവിപ്പിച്ചു. അതിനെ തുടർന്നാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് ആ റിട്ട് പെൻഡിങ്ങിലാണ്. CAG-യുടെ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ റിട്ട് എത്രയും വേഗം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഡീഷണൽ പെറ്റീഷൻ ഞാൻ ഉടനെ തന്നെ ഫയൽ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ CAG ഇപ്പോ നോട്ട് ചെയ്തിരിക്കുന്നു. ഒന്ന്, സാധനങ്ങൾ പർച്ചേസ് ചെയ്ത കാര്യത്തിൽ, പിന്നെ വിദേശത്തു നിന്നുള്ള സാധനങ്ങൾ വാങ്ങിയതുകൊണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ കാര്യത്തിൽ, എയർ കണ്ടീഷൻ AC വാങ്ങേണ്ട കാര്യത്തിൽ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ എഗ്രിമെന്റ് കാര്യത്തിൽ, സ്വകാര്യ വ്യക്തികളുടെ സ്റ്റേഡിയങ്ങൾ കോടികൾ മുടക്കി നന്നാക്കിയതിന്റെ കാര്യത്തിൽ, അതുപോലെ ഗെയിംസ് വില്ലേജ് നിർമ്മിച്ച കാര്യത്തിൽ, പട്ടണത്തിന് കൊട്ടേഷൻ കൊടുത്തതിന്റെ കാര്യത്തിൽ, ജേഴ്സികളും അതുപോലെ കിറ്റുകളും പത്രപ്രവർത്തകർക്കെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി വാങ്ങിയ കാര്യത്തിൽ ഞാൻ ഓർമ്മയെടുത്ത് പറയുകയാണ്. അതുപോലെ എന്തിനധികം പറയുന്നു, നമ്മുടെ ഭാഗ്യചിഹ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ വേറൊരു ആർട്ടിസ്റ്റ് രാകേഷിന് ഏതാണ്ട് ലക്ഷങ്ങൾ മുടക്കി കുറെ കുറെ സമ്മാനങ്ങളത്തിലെ കഥകളി വേഷം ഉണ്ടാക്കിയതിൽ വന്നിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ചിടത്തോളം, മൊമന്റോ വാങ്ങിയാലുള്ള അഴിമതിയെ സംബന്ധിച്ച് ഇതൊക്കെ ഞാൻ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഇതെല്ലാം അതൊക്കെ സ്ഥിരീകരണമായിരിക്കുന്നു. എല്ലാം സ്ഥിരീകരണമായിരിക്കുന്നു. എന്തായാലും ഞാൻ വീട്ടിൽ കിടക്കുക, അതിന് സൂവല കിടക്കുകയാണ്. ഒരു പരിക്ക് പറ്റി ഞാൻ കൊടുത്ത
സ്റ്റേറ്റ്മെന്റും മറ്റേ കോപ്പിയെല്ലാം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതില് നേരത്തെ എം വിജയകുമാർ പറഞ്ഞ പോലെ പിന്നെ കോമൺവെൽത്തിന്റെ കാര്യത്തിൽ ഇതുവരെ അഴിമതി കാണിച്ചവരെല്ലാം ജയിലിലാണ്. ഉടനെ തന്നെ CBI കേസ് അടിയന്തരമായി ഈ CAG റിപ്പോർട്ട് അപ്പുറത്ത് വേറെ റിപ്പോർട്ടില്ലല്ലോ. ഇപ്പോ അവർ യഥാർത്ഥത്തിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിനോട് സഹകരിച്ചില്ല, AGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിനോട് അവർ സഹകരിച്ചില്ല, ഫയലെല്ലാം അവര് കൃത്യസമയത്ത് കൊടുത്തില്ല. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് CAG ഇങ്ങനൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ആ CAG ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ എത്രയും പെട്ടെന്ന് എടുത്ത് ഈ ഉമ്മൻചാണ്ടിയാണ് മുഖ്യ രക്ഷാധികാരി, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അതിന്റെ പ്രധാന നടത്തിപ്പുകാരൻ, മറ്റ് ബന്ധപ്പെട്ടവരുടെ എല്ലാവരും കേസ് ചാർജ് ചെയ്ത് അന്വേഷണം നടത്തി തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരെ ചോദ്യം ചെയ്യലാണ് അടിയന്തരമായിട്ട് വേണ്ടത്. അതായത് താങ്കൾ കാല് സുഖമില്ലാതെ കിടക്കുകയാണെന്നറിയാം, എങ്കിൽ പോലും ഒരു ചോദ്യം കൂടി, അതായത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം, ഒപ്പം അടിയന്തരമായി ഈ നടപടികളുടെ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനുള്ള കണ്ടെത്തലുകൾ നടത്തുകയും പറഞ്ഞ പോലെ ഡീറ്റെയിൽ അന്വേഷണം ഒക്കെ നടന്നോട്ടെ. പക്ഷേ ഇപ്പോ CAGയുടെ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഫൈനൽ റിപ്പോർട്ടാണല്ലോ. CAGയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കോടതിയെ പോലെ ക്യാബിനറ്റിനെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനം കണ്ടുപിടിച്ച അഴിമതി, ആ അഴിമതി നേരത്തെ ഇപ്പൊ രാജയും അതിന് കോമൺവെൽത്തിന്റെ സുരേഷ് കൽമാടിയും ഒക്കെ തന്നെ ജയിലിൽ കിടക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസാണ്. അതുകൊണ്ട് ഈ കോടതിയിൽ ഈ കേസും കൂടെ നിൽക്കുന്ന സാഹചര്യത്തിൽ, ഞാൻ ഫയൽ ചെയ്ത കേസ് കോടതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ഒരു അഴിമതിയും നടന്നില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയും നിയമസഭയിൽ പറഞ്ഞതിന് ആദ്യം ചെയ്യേണ്ടത് മാപ്പ് പറയണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് തന്നെ മാപ്പ് പറയണം. കേരള ജനതയോട് എന്നോട് മാപ്പ് പറയണം, നിയമസഭയോട് മാപ്പ് പറയണം, ഉമ്മൻചാണ്ടി മാപ്പ് പറയണം. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പ്രിവിലേജ് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ പ്രിവിലേജ് നോട്ടീസ് കൊടുക്കേണ്ടത്. പിന്നെ ഈ നമ്മുടെ പിന്നെ ഇപ്പോ ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ടും പ്രിവിലേജ് നോട്ടീസ് കൊടുത്താൽ ഒരു കാര്യമില്ലല്ലോ. അവിടെ പിന്നെ വേണ്ട. അതായത് വളരെ വ്യാപ്തിയിലുള്ള ഒരു അഴിമതി, ഇതിന്റെ കാര്യങ്ങളൊക്കെ താങ്കൾ കണ്ടെത്തുകയും താങ്കൾ പൊതുജനത്തിൽ കൊണ്ടുവരികയും മാധ്യമങ്ങൾ അടക്കം അതിന് ശ്രദ്ധ കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ എല്ലാ ആൾക്കാരും രാജിവെച്ചു. മുൻ സ്പോർട്സ് മന്ത്രി വിജയകുമാർ അതിന്റെ ഒരു മുഖ്യ ഭാരവാഹി രാജിവെച്ചു. ഞാൻ ഹെൽത്ത് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, ഞാൻ രാജിവെച്ചു. ഞങ്ങളുടെ എല്ലാ ഭാരവാഹികളും അഴിമതിയുടെ കറ പുറലാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രാജിവെച്ച ശേഷം അതൊന്നും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ നിങ്ങൾ എന്നും രാജിവെച്ചു, ഞങ്ങൾ റെക്ടിഫൈ ചെയ്യാം എന്നുപോലും തയ്യാറാവാതെ അഴിമതി പണങ്ങൾ ഇത് പിന്നെ ടൈറ്റാനിയം കുംഭകോണം പോലെയും പിന്നെ സോളാർ കുംഭകോണം പോലെയും അതുപോലെ തന്നെ ബാർ കുംഭകോണം പോലെയും പിന്നെ ഒരു കുംഭകോണമായി മാറി ഈ നാഷണൽ ഗെയിംസ് എന്നും കൂടെ കാര്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് താങ്കൾ അടക്കമുള്ളവർ അടിസ്ഥാനത്തിൽ ഇന്ന് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ദേശീയ ഗെയിംസും ഇനി UDFന്റെ കാലഘട്ടത്തോ അല്ലെങ്കിൽ തന്നെ നമുക്ക് കേരളത്തിൽ വരുന്ന കാര്യം സംശയമായിരിക്കും. അതെ, കേരളത്തിന്റെ യശസ്സിന് തന്നെ ഭംഗം സംഭവിച്ചു. ഓക്കെ, തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വി ശിവൻകുട്ടി MLA. കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ കോടികളുടെ അഴിമതിയാണ് നടന്നതെന്ന് CAG റിപ്പോർട്ട്. സ്റ്റേഡിയം നിർമ്മാണം മുതൽ വാട്ടർ ബോട്ടിൽ വാങ്ങിയതിൽ വരെ അഴിമതിയെന്ന് CAG കണ്ടെത്തി. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, ഇങ്ങനെയാണ് പോകുന്നത്. അതായത് അഴിമതിയുടെ സൂചനകൾ ലഭ്യമായ ഘട്ടത്തിൽ തന്നെ ഞങ്ങളൊക്കെ ഈ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയി, അങ്ങനെ രാഷ്ട്രീയ സംശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെ വി ശിവൻകുട്ടിയും പറഞ്ഞു, M വിജയകുമാറും പറഞ്ഞു. വളരെ ഗൗരവമായി തങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെയാണ് CAG ഇപ്പോൾ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അടിയന്തരമായി തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾക്കായി കേസ് രജിസ്റ്റർ ചെയ്ത് നടപടി തുടങ്ങണം. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം CAG റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ. അജിംഷാദ്, തീർച്ചയായും അത്തരത്തിൽ ഒരു അന്വേഷണവുമായി പോയാൽ ഈ CAG റിപ്പോർട്ട് വളരെ പിൻബലം നൽകുന്നതാണ് എന്ന റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു ശിവൻകുട്ടി MLA സമർപ്പിച്ച
ഹർജിയിൽ ഇത്തരത്തിൽ അറിയിച്ചത് കൃത്യമായ അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അന്ന് ഒരു ലോക്കൽ ഓഡിറ്റ് മാത്രമാണ് നടന്നത്. ഈ CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CAG റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ CAG റിപ്പോർട്ട് വളരെ പിൻബലം ഏകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് അഴിമതികളുടെ കാര്യങ്ങൾ. അതായത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയങ്ങളുടെ നവീകരണം, നിർമ്മാണം വഴി കോടികളുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നു. അത് വ്യക്തമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് 1.50 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതിൽ കരാറിൽ പറഞ്ഞിരുന്നത് കായിക താരങ്ങൾക്ക് പിന്നീട് പരിശീലനം നൽകാൻ അവസരം ലഭിക്കുമെന്നായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. അതുപോലെ കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് 10.71 കോടിയാണ് ചെലവഴിച്ചത്. ഇതിലും വലിയ ക്രമക്കേട് സംഭവിച്ചിരിക്കുന്നു. ലക്ഷങ്ങൾ അംഗത്വ ഫീസ് വാങ്ങി പ്രവർത്തിക്കുന്ന സ്റ്റേഡിയത്തിൽ പണം മുടക്കി നവീകരണം നടത്തിയപ്പോൾ സ്പോർട്സ് കൗൺസിലുമായി കരാറുണ്ടാക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. വെള്ളയമ്പലത്തിലുള്ള വാട്ടർ അതോറിറ്റി സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം കൃത്യമായ ശാസ്ത്രീയ പഠനം നടത്താതെയാണ് ഇവിടെ നവീകരണം നടത്തിയത്. എന്നാൽ നവീകരണം നടത്തിയെങ്കിലും ഇത് ഉപയോഗശൂന്യമായി. ഇവിടെ മത്സരം നടത്താൻ കഴിഞ്ഞില്ല. മത്സരവേദി മാറ്റേണ്ടി വന്നു. ഇതിലൂടെ 8 കോടി രൂപ അധികം സർക്കാരിന് ചെലവഴിക്കേണ്ടി വന്നു എന്നും CAG കണ്ടെത്തിയിരിക്കുന്നു. റൺ കേരള റണ്ണിന്റെ നടത്തിപ്പിന് വഴി 10 കോടി രൂപയാണ് സർക്കാരിന് നഷ്ടം സംഭവിച്ചത്. ഇത് ഏജൻസിയുടെ സഹായമില്ലാതെയും സർക്കാരിന് നടത്താമായിരുന്നു എന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ വിവിധ കൺസൾട്ടൻസികളുടെ നിയമനത്തിലൂടെ 19.97 കോടി രൂപ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. കൂടാതെ CAG എണ്ണി പറയുന്നത് കാറ്ററിംഗ്, സുരക്ഷാ സംവിധാനം, സമാപന ചടങ്ങിലെ ലൈറ്റ് അറേഞ്ച്മെന്റുകൾ, അഗ്നി സുരക്ഷാ സംവിധാനം തുടങ്ങിയവയെല്ലാം തന്നെ എല്ലാം ഏർപ്പെടുത്തുക വഴി വലിയ നഷ്ടമാണ് സംഭവിച്ചത്. GPS സംവിധാനം സ്ഥാപിച്ചെങ്കിലും അത് ഉപയോഗശൂന്യമായി. ഇത്തരത്തിൽ നിരവധി കണ്ടെത്തലുകൾ. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് AC വാങ്ങിയതിലാണ്. AC താൽക്കാലികമായി വാടകയ്ക്ക് എടുക്കേണ്ടതിന് പകരം വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. എന്നാൽ വിലയ്ക്ക് വാങ്ങിയവ എവിടെ പോയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 181 ലാപ്ടോപ്പുകൾ അധികമായി വാങ്ങി. കണ്ണൂരിലുള്ള മുണ്ടയാട് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായില്ല. 20 കോടി രൂപ ഈ ഗെയിംസ് നടത്തിയതിനു ശേഷം 20 കോടി രൂപയാണ് മിച്ചം വന്നത്. ഇത് സ്വകാര്യ അക്കൗണ്ടിൽ സൂക്ഷിച്ചു. ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്ക് ഭക്ഷണം വിതരണത്തിന് ടെൻഡർ ഇല്ലാതെയാണ് കരാർ നൽകിയത്. ഇതുവഴി 26 ലക്ഷം രൂപയാണ് നഷ്ടം സംഭവിച്ചത്. വാട്ടർ ബോട്ടിൽ വാങ്ങിയതിൽ ഉൾപ്പെടെ 5,75,000 രൂപയാണ് നഷ്ടം സംഭവിച്ചത്. ഇത്തരത്തിൽ സ്റ്റേഡിയം നിർമ്മാണം മുതൽ വാട്ടർ ബോട്ടുകൾ വാങ്ങിയതിൽ വരെ വലിയ ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ് CAG റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കോടികളുടെ അഴിമതി ദേശീയ ഗെയിംസിൽ നടന്നു എന്ന സ്ഥിരീകരണം കൂടി ഒരുപക്ഷെ C&AG റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ കോടികളുടെ അഴിമതിയാണെന്ന് CAG റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണമെന്നും അടിയന്തരമായി തെളിവ് നശിപ്പിക്കാതിരിക്കാൻ കേസ് എടുത്ത് നടപടി സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൻ്റെയാണ് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് നൽകിയത്.